ഓക്കെ, അഡ്വക്കേറ്റ് അസ്ക, നമ്മുടെ ശ്രീപത്മനാഭൻ ചൂണ്ടിക്കാണിച്ചതുപോലെ നല്ല ഉദ്യോഗസ്ഥ സേനയിൽ തുടരുന്നില്ല, അതേസമയം കാട്ടാളന്മാർ അധികാരം കൈയാളുകയാണ്. ഈ രീതിക്കൊരു മാറ്റം വരേണ്ട സമയം അതിക്രമിച്ചില്ലേ? നിശ്ചയമായും പോലീസ് സേനയിൽ നിരവധി സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. ആ സമ്മർദ്ദങ്ങളെയും പ്രശ്നങ്ങളെയും പരിഹരിക്കുന്നതിനും അതിനെ മാറ്റുന്നതിനും ആവശ്യമായിട്ടുള്ള ജനകീയ ഇടപെടലുകൾ പോലീസ് സേനയ്ക്കുള്ളിൽ നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതിലൊരു സംശയമില്ല. ആരും അത്തരത്തിൽ മാറ്റി ചിന്തിക്കേണ്ട ആവശ്യകതയുണ്ട് എന്ന് തോന്നുന്നില്ല. ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന്റെ മുഖം നഷ്ടപ്പെടുത്തുന്നതിന് പലപ്പോഴും പോലീസ് സേനയ്ക്ക് ആവാറുണ്ട്. അത്തരത്തിൽ ചില പോലീസ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നു എന്ന ആക്ഷേപം ഒഴിച്ചാൽ പോലീസ് സേനയുടെ പ്രവർത്തനം തൃപ്തികരമായും നേരത്തെ ശ്രീ സേനാപതി വേണുവൊക്കെ സൂചിപ്പിച്ച് അടിയന്തരാവസ്ഥയുടെ കാലത്ത് ശ്രീ കെ കരുണാകരന്റെയും അതിനുശേഷം എ കെ ആന്റണിയുടെയും ഒക്കെ ഭരണകാലത്ത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തും ഒക്കെ ഉണ്ടായിരുന്ന പോലീസ് സേനയുടെ അതിക്രമങ്ങളുടെ കണക്കുകൾ പരിശോധിച്ചാൽ, വിദ്യാർത്ഥികളെ പോലും തെരുവിലിട്ട് തല്ലി മൃഗീയമായി മർദ്ദത്തിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ ഇപ്പോ കേരള പോലീസ് നടത്തിയിട്ടുള്ള ഏതെങ്കിലും അതിരുവിട്ട ബലപ്രയോഗങ്ങൾ അവിടേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ എനിക്ക് അങ്ങനെ ന്യായീകരിക്കാൻ പറ്റുമോ? LDF സർക്കാരിന്റെ കാലത്ത് അങ്ങനെ ചെയ്തു, UDF സർക്കാരിന്റെ കാലത്ത് ഇങ്ങനെ ചെയ്തു, അതല്ലല്ലോ വേണ്ടത്. അങ്ങനെ ന്യായീകരിക്കുകയല്ല ഞാൻ പറഞ്ഞത്, കണക്കുകൾ. അപ്പോ ആ പോലീസ് സേനയെ വിമർശിക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, പോലീസ് സേനയ്ക്കുള്ളിൽ ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 93ഓളം പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? പഠന വിധേയമാക്കേണ്ട പ്രശ്നം തന്നെയാണത്. രണ്ട്, പോലീസ് സേനയ്ക്കുള്ളിൽ 40 ലക്ഷത്തോളം വരുന്ന പോലീസ് അംഗങ്ങളുടെ അവരുടെ പ്രവൃത്തികളെ സംബന്ധിച്ചും അവരുടെ ജോലി ഭാരത്തെയും അവരുടെ ജോലി സമ്മർദ്ദത്തെയും നാം ഒരിക്കൽ പോലും കാണാറില്ല. ഞാൻ പോലീസിന്റെ നിശ്ചിത വിമർശകനായിരുന്ന ഒരു കാലഘട്ടത്തിൽ എനിക്കറിയാം, ഞാൻ എന്റെ വ്യക്തിപരമായ 3 പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ട ഒരു കേസുമായി ബന്ധപ്പെട്ട് നേരിട്ട അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് എങ്ങനെയാണ് പോലീസ് സേന ഒരു ദിവസം പ്രവർത്തിക്കുന്നതെന്ന്. നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ഒരു ദിവസം 24 മണിക്കൂറും ഒരു പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ ഒന്ന് ഇരുന്ന് ആ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്, ഒരു ദിവസം അവർ കൈകാര്യം ചെയ്യുന്ന വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് പഠിക്കണം എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന. എന്തുകൊണ്ടെന്നാൽ അപ്പോൾ മാത്രമേ പോലീസ് സേനയ്ക്കുള്ളിൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനുള്ളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് തിരിച്ചറിയാനാവും. നമുക്ക് ചില സംഭവങ്ങൾ നടക്കുമ്പോൾ അതിൽ ഇങ്ങനെ പ്രവർത്തിക്കാമായിരുന്നു എന്ന മുൻവിധിയോടുകൂടിയാണ് നാം അതിനെ സമീപിക്കുന്നത്. പകരം പോലീസ് സേനയിലെ ഓരോ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളവും പോലീസ് സേനയിലെ അംഗങ്ങളുടെ പ്രവൃത്തികളെ സംബന്ധിച്ചോളം കൃത്യമായി മോണിറ്ററിംഗ് നടത്തുന്നുണ്ട്. ഇപ്പൊ ഇവിടെ പത്തനംതിട്ട SI സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു. എത്ര പെട്ടെന്ന് അത് തീരുമാനിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എന്തെന്നാൽ അവിടെ ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിട്ടുള്ളത് ആ ഉദ്യോഗസ്ഥൻ നടത്തിയിട്ടുള്ള പ്രവൃത്തി അന്യായമാണെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി ആ ഉദ്യോഗസ്ഥന്റെ അതിക്രമം പരിക്കുകൾ പറ്റിയിട്ടുള്ള വ്യക്തികൾ, അതിലെ ഇരകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരാതികൾ നൽകുകയാണെങ്കിൽ പോലീസ് കേസെടുക്കുന്നതിനുള്ള സംവിധാനത്തിലേക്ക് പോകും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അങ്ങനെയാണ് ഇടതുപക്ഷത്തിലെ പോലീസ് നയം എന്ന് പറയുന്നത്. ആരെയും സംരക്ഷിക്കുന്ന കാഴ്ചപ്പാട് ഇവിടെ ഒരു രാഷ്ട്രീയ പ്രശ്നവും ഇല്ലല്ലോ. നിരപരാധികൾ സാധാരണക്കാരെ അത് പറയരുത്, ആരെയും സംരക്ഷിക്കുന്നില്ല എന്ന് പറയരുത്. മതിയായ സംരക്ഷണം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ തോന്നിയാസം കാണിക്കുന്നത് ഇവരൊക്കെ. അതുകൊണ്ടാണല്ലോ നെന്മാറ പോലീസിലെ SHOയ്ക്ക് നടപടി നേരിടേണ്ടി വന്നത്. ആരെങ്കിലും സംരക്ഷിച്ചിട്ടാണോ? തെറ്റ് ചെയ്തുകൊണ്ടല്ലേ? പക്ഷെ 2 ജീവൻ വില കൊടുക്കേണ്ടി വന്നില്ലേ സാർ? അല്ല, അത് അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റ് കപ്പാസിറ്റിയിൽ നമുക്കറിയാം. ഒരു കേരള പോലീസ് ആക്ട് വളരെ കൃത്യമായിട്ട് പറയുന്നു, നമ്മൾ ഓരോ വ്യക്തികളും ഓരോ വിഷയത്തെ അതിന്റെ ജഡ്ജ്മെന്റ് കപ്പാസിറ്റി ഓരോ വ്യക്തികളിലും വ്യത്യസ്തമായിരിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റ് കപ്പാസിറ്റിയിൽ സംഭവിച്ചു പോയിട്ടുള്ള വലിയ പാളിച്ച, ആ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചതിന്റെ പേരിൽ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്ത് ജാമ്യം റദ്ദാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അയാൾ ഈ കൊലപാതകം ചെയ്യുമായിരുന്നില്ല എന്ന ഒരു പ്രിസംഷൻ നമുക്ക് ഇക്കാര്യത്തിൽ എടുക്കാം എന്നുള്ളതിനപ്പുറം യഥാർത്ഥത്തിൽ നിശ്ചയിക്കപ്പെട്ട ഒരു കൊലയാളിയുടെ മനോനില നമുക്ക് അളക്കാൻ കഴിയില്ല. ഒരാൾ തീരുമാനിച്ചുറച്ചൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കുന്നതിന് ആവാൻ കഴിയും എന്നുള്ളതാണ് മനുഷ്യ മനസ്സിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള മനഃശാസ്ത്ര വിദഗ്ധന്മാരുടെ മുഴുവൻ അഭിപ്രായം. അപ്പൊ ആ അർത്ഥത്തിൽ നമ്മൾ അതിനെ കാണണം. ഇപ്പോ ഒരു കുറ്റവാളി ഏതെങ്കിലും പ്രവൃത്തികൾ ചെയ്യും എന്ന് നമുക്ക് ഊഹിച്ചുകൊണ്ട് ആ കുറ്റവാളിയെ പ്രിവെന്റീവ് ഡിറ്റൻഷനിലേക്ക് കൊണ്ടുപോകുന്നുള്ള നിയമം നമ്മുടെ നാട്ടിലില്ല. ഒരു കേസിൽ മാത്രം പ്രതിയായിട്ടുള്ള ഒരാൾ അവിടെ ചെന്താമരയെ അകത്തിടേണ്ടതിന്റെ ആവശ്യകത ഉണ്ടായിരുന്നു. ജാമ്യം വ്യവസ്ഥ ലംഘിച്ചതിന്റെ പേരിൽ ജാമ്യം റദ്ദ് ഉത്തരവാദിത്തം പോലീസ് ഉണ്ടായിരുന്നു. അവിടെ പാളിച്ച പറ്റി എന്ന് പറയുന്നതിന് ഒരു മടിയും കാണിക്കില്ല. അതുകൊണ്ടാണ് ആ പാളിച്ച പറ്റിയ ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കുന്നതിനുള്ള ആർജവം ഇടതുപക്ഷ ഗവൺമെന്റ് കാണിച്ചത്.